ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മൾ വയനാട്ടിലൊക്കെ പോയിട്ട് നല്ല കുരുമുളകിട്ട് നല്ല വറ്റിച്ചെടുത്ത ബീഫില്ല, അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഗൈസ്. കുറച്ച് കാലമായി എൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് എന്നെ വാട്സപ്പിൽ എല്ലാവരും വിളിച്ച് ചോദിക്കും എന്താ വീഡിയോ ഇടാത്തത് എന്ന് ചോദിക്കും. പിന്നെ എനിക്ക് ഒട്ടും നേരെ ഇല്ലേനു, ഭയങ്കര ബിസി ആയിരുന്നു ഇപ്പോൾ ഈ കൊല്ലമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞ്. പിന്നെ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കും, പിന്നെ ഒരു മൂഡ് ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോൾ ഞാൻ വിചാരിച്ച് ബീഫ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുംചോറും ബീഫും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴൊക്കെ എൻ്റെ ചോറാവുന്നുണ്ട്. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട്. നമ്മൾ തേങ്ങ വറുത്തിട്ടാണ് ഇതിലിടുന്നത്. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് കുത്തുകയാണ്. അതിലേക്ക് വലിയ ജീരകവും പിന്നെ മല്ലിയിടും. மனம் கலங்கி புலம்புகிறேன். അപ്പോഴേക്ക് ഇതെൻ്റെ ചോറായതിന് അതിഥ വാർത്താണ്. ഞാൻ കുറച്ച് ഞാൻ വീട്ടിൽ കൂടിയ പാട് ഞാൻ ഇതെല്ലാം മേടിച്ചു. ഞാൻ സാധാ ചോറിങ്ങനെ വാർത്തുന്നത്. അപ്പോൾ ഒരു ദിവസം അതെൻ്റെ മേലേക്ക് വീണപ്പോഴാണ് ഞാൻ ഇത് മേടിച്ചത്. ഭയങ്കര സുഖമാണ്. ആർക്കും ഏത് കുട്ടിക്കും
ഇത് വാർത്താൻ പറ്റും. കുട്ടിയല്ല വലിയവർക്കും ഇത് വാർത്താൻ പറ്റും. അത്രയ്ക്ക് സുഖം. ഇത് കിട്ടിയ പിന്നെ ഇതുവരെ വീണിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സുഖമായിട്ട് വാർത്താൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ വാർത്താൻ അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ സാധനം മേടിച്ചോ. അപ്പം വാർത്താൻ പറ്റും. അപ്പം ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ എനിക്കിങ്ങനെ അടുപ്പത്തുനിന്ന് ഗ്യാസിലല്ലാണ്ട് നമ്മൾ സാധാ അടുപ്പിലില്ല അങ്ങനെ ഉണ്ടാക്കാനാണ് ആഗ്രഹം. പക്ഷേ ഇവിടെ അടുപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. रहे मैं तेरी ठंडी छाऊं तू देखे फासला कहे देखो जरा देखो नाम तेरा लिखा है मेरा है जो मेरा सब तेरा हो चुका. അപ്പം നമ്മളെ ബീഫ് നല്ലോണം ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഇതെടുത്തിട്ട് കുറച്ച് തേങ്ങയില്ലേ അത് അരക്കാതെ ഞാൻ കുറച്ച് അതിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ അരച്ചിട്ടുമുണ്ട്. അപ്പോൾ ബാക്കി കണ്ടോളൂ കേട്ടോ.